ഈ ഇരിക്കുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇപ്പൊ മണ്ണെണ്ണ വിളക്കുണ്ടോ? എന്താ ഇല്ലാതെയായി? അതാണ് കാലം മാറിയത്. LDF ഗവൺമെന്റ് വന്നില്ലായിരുന്നെങ്കിലോ? പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനമായി നമ്മുടെ നാട് അഭിമാനത്തോടെ ശിരസുയർത്തി നിൽക്കുന്നു. ഈ മാറ്റങ്ങളാണ് ഈ കഴിഞ്ഞ കാലത്ത് കേരളത്തിൽ ഉണ്ടായത്. ഇതിനോടെല്ലാം ചേർത്ത് വെച്ച് വായിക്കേണ്ടതാണ് വൻകിട വികസന പദ്ധതികളോടൊപ്പം ദേശീയപാത വികസനം, മലയോര ഹൈവേ, തീരദേശ ഹൈവേ, വാട്ടർ മെട്രോ, വിഴിഞ്ഞം പോർട്ട്, കെ-ഫോൺ, ഗെയിൽ ഇങ്ങനെയുള്ള വൻകിട പദ്ധതികളോടൊപ്പം സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ ആശ്വാസമായി മാറിയ ക്ഷേമ പദ്ധതികൾ. ഇപ്പൊ 2000 രൂപയായി പെൻഷൻ വർദ്ധിപ്പിച്ചു. ഒരു വീട്ടിൽ മുതിർന്ന 2 പേർ മാത്രമേ ഉള്ളൂ എന്ന് കരുതുക. ഒരു അപ്പൂപ്പൻ, ഒരു അമ്മൂമ്മ. സംരക്ഷിക്കാൻ ആരുമില്ല. ആരുടെയും സംരക്ഷണം ഇല്ലെങ്കിലും 2 പേർക്കും കൂടി 4000 ഉറുപ്പിക സർക്കാർ വീട്ടിലെത്തിച്ചു കൊടുക്കും മാസം തോറും. 4000. എല്ലാമായി എന്നല്ല, പക്ഷെ പട്ടിണി കിടക്കണ്ട. അതുകൊണ്ടല്ലോ അരി വാങ്ങാം, അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കാം. എവിടെയുണ്ട് ഇന്ത്യയിൽ വേറെ? പ്രധാനമന്ത്രിയുടെ നാട്ടിൽ ഇതില്ല, മറ്റെവിടെയുമില്ല. 2000 രൂപ ക്ഷേമ പെൻഷൻ കിട്ടുന്ന ഒരേ ഒരു ഇന്ത്യൻ സംസ്ഥാനം ഈ കേരളം. BJPയോ കോൺഗ്രസോ ഭരിക്കുന്നിടത്ത് ഈ സമ്പ്രദായം ഇല്ല. 62 ലക്ഷം മനുഷ്യർക്കാണ്. 62 ലക്ഷം. ഇപ്പോ ഇതിന്റെ അനുബന്ധമായി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു വീട്ടമ്മമാർക്ക് പെൻഷൻ 35 വയസ്സ് മുതൽ മുകളിലോട്ടാണ്. അപ്പൊ ചില വീട്ടമ്മമാർ പറയുന്നു ഇതിന് പെൻഷൻ എന്ന് പറയാൻ പാടില്ല. കാരണം എന്താണ്? ഞങ്ങൾ പെൻഷൻ പറ്റാനൊന്നും ആയിട്ടില്ല. 35 വയസ്സ് മുതലാണ് ഇത് കൊടുക്കുന്നത്. ശരിയാണ്. അപ്പൊ അതിന്റെ പേരിപ്പോ മാറ്റിയാലോ എന്നാണ് സർക്കാർ ആലോചിക്കുന്നത്. പെൻഷൻ എന്ന് പറയണ്ട, പകരം അലവൻസ് എന്നോ മറ്റോ പറയാം. ചരിത്രത്തിൽ ആദ്യമായി, രാജ്യത്തെവിടെയും കേട്ടുകേൾവിയില്ല, മാസം തോറും 35 കഴിഞ്ഞാൽ വീട്ടമ്മമാർക്ക് സർക്കാരിന്റെ ധനസഹായം അതാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞാനൊരു കണക്ക് വായിച്ചത് 33 ലക്ഷത്തോളം മറ്റോ ആളുകൾ ഇതിന് അർഹരായി മാറും. ഇത് നടപ്പാക്കുമ്പോ അത്രയും വീട്ടമ്മമാർക്ക് ഇതിന്റെ സേവനം ലഭിക്കും.